സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നടന്ന പൊളിറ്റിക്സിൻ്റെ സെക്കൻഡ് ഇയർ എക്സാം നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു എന്ന് പറയാം. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആശങ്കകളുണ്ടായിരുന്നു. പല കുട്ടികൾക്കും ഇനി ഇതിലും വലുതാണോ പല പരീക്ഷയ്ക്ക് വരിക എന്നൊക്കെ അതിന് തോന്നിയിരുന്നെങ്കിലും വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പറായിരുന്നു. വൺവേർഡുകളിലാണ് ചെറിയൊരു മാറ്റങ്ങൾക്കുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം വളരെ എളുപ്പമായിരുന്നു. മാർക്കുകൾ കൂടുന്ന ചോദ്യങ്ങളിലേക്ക് പോകും തോറും ചോദ്യങ്ങൾ എളുപ്പമായിട്ട് വരികയായിരുന്നു. 8 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് എത്തിയപ്പോൾ വളരെ എളുപ്പമായി പോയി എന്നുള്ളത് കുട്ടികളടക്കം തന്നെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ A+ ഫുൾ മാർക്കും ഡബിൾ പാസും ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കടന്നു പോകാൻ പറ്റാവുന്ന രീതിയിലുള്ള ചോദ്യപേപ്പറാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തത്, 2ാം പഞ്ചവത്സര പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച യുവ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്, PC മെഹനോബിസ് ആണെന്നുള്ളത്. രണ്ടാമത്തത്, റിയോ ഉച്ചകോടി വികസന പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു, ഒരു ലിസ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അത് അജണ്ട 21, അജണ്ട 21 എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. മൂന്നാമത്തത്, ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രസ്താവനകൾ, ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് ഏത്? ഈ പ്രസ്താവന ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമുകളിലേക്ക് കുട്ടികളെ മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിലെ ചോദ്യങ്ങൾ നോക്കാം. ആഗോളവൽക്കരണം ഒരു സാമ്പത്തിക പ്രതിഭാസം മാത്രമാണ്. സാമ്പത്തികമാണെന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷേ അത് മാത്രമാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആഗോളവൽക്കരണം 1991 ആരംഭിച്ചു. ഇന്ത്യയിൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധിവരെ വിശ്വസിക്കായിരുന്നു. പക്ഷേ ലോകത്തിൽ അതിന് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും തെറ്റാണ്. ആഗോളവൽക്കരണം പാശ്ചാത്യവൽക്കരണം ഒന്നാണ്, തെറ്റാണ്. അതിൽ ശരി എന്ന് പറയുന്നത് അവസാനത്തതാണ്. നിരവധി മാനങ്ങളുള്ളൊരു പ്രതിഭാസമാണ്, അഥവാ ഇറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ. അതാണ് അവിടുത്തെ ശരി ഉത്തരം. 4ാമത്തെ ചോദ്യം, സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ 2ാമത്തെ കക്ഷിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ഒരുപാട് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് ചോദ്യപേപ്പറുകൾ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഉത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. MNFൻ്റെ പൂർണ്ണരൂപം. MNFുമായിട്ട് ബന്ധപ്പെട്ട് 2 രീതിയിലാണ് വരിക. ഒന്നെങ്കിൽ MNFൻ്റെ ലീഡർ ആരാന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ MNFൻ്റെ പൂർണ്ണരൂപം. മിസോ നാഷണൽ ഫ്രണ്ടാണ്. ലാൽ ഡങ്കയുടെ നേതൃത്വത്തിലുള്ള മിസോ നാഷണൽ ഫ്രണ്ടാണ് ഉത്തരം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് VP സിംഗ് ആണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അല്ലാത്തതാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. രാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ പരിണിത ഫലമാണ് ഇന്ത്യ വിഭജനം. അത് ശരിയാണ്. പഞ്ചാബ് മദ്രാസ് പ്രൊവിൻഷ്യകളാണ് മത അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടത്. അത് ശരിയല്ല. അത് മതാടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പോൾ B ശരിയല്ലാത്ത പ്രസ്താവനയാണ്. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും അടുത്തടുത്തായിരുന്നില്ല. അത് ശരിയാണ്. മാപ്പ് നോക്കിയാൽ അറിയാം. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും. കിഴക്കൻ എന്ന് പറയുമ്പോഴേക്ക് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഈ സൈഡിലും മറ്റത് അപ്പുറത്തുമാണ്. അപ്പോൾ അത് ശരിയാണ്. അതിർത്തിക്ക് അപ്പുറത്തുള്ള ജനങ്ങളെ കൈമാറുന്ന പദ്ധതിയിൽ വിഭജന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരുന്നു. അത് തെറ്റാണ്. അപ്പോൾ അതിൽ തെറ്റായ ഉത്തരങ്ങൾ Bയും Dയുമാണ്. ജയ് ജവാൻ ജയ് കിസാൻ 8ാമത്തെ ചോദ്യമാണ്. ജയ് ജവാൻ ജയ് കിസാൻ, ഗരീബി ഹട്ടാവോ എന്നീ മുദ്രാവാക്യങ്ങൾ 2 പ്രധാനമന്ത്രിമാരിലാണ്. ആരതൊക്കെയാണ്? ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുടേതും ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധിയുടേതും. ഈ ചോദ്യം ഒരുപാട് പേപ്പറുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം, ജനകീയ പ്രസ്ഥാനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നേതാക്കന്മാരും കൊടുത്തിട്ടുണ്ട്. അത് കണ്ടെത്താനാണ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ ആണ്. ദളിത് പാന്തേഴ്സിൻ്റെയാണ് നാം ദിയോ ദേസൽ എന്ന് പറയുന്ന നേതാവ്. നോക്കാം. 10ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ഓർഗനൈസേഷൻസൊക്കെയാണ്. അതിനെ ക്രൊണോളജിക്കലായിട്ട് കാലക്രമത്തിനനുസരിച്ച് അവ രൂപീകരിച്ച വർഷത്തിനനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതായത് ആദ്യം രൂപീകരിച്ചതിന് ആദ്യ വർഷം. അപ്പോൾ അതിൻ്റെയൊക്കെ വർഷങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഓർഡർ വരുന്നത് ആദ്യം നാറ്റോ ആണ്. 1949 നാറ്റോ രൂപീകരിക്കുന്നത്. പിന്നെ OEEC, അത് 1957 കാലഘട്ടത്തിലാണ് അത് രൂപീകരിക്കുന്നത്. പിന്നീട് ആസിയാൻ 1967, ഏറ്റവും അവസാനം 1993 യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ആദ്യം നാറ്റോ, പിന്നെ OEEC, പിന്നെ ആസിയാൻ, ഏറ്റവും അവസാനം യൂറോപ്യൻ യൂണിയൻ. 11ാമത്തെ ചോദ്യം ഓപ്പറേഷൻസ് ആണ്. 3 കോളങ്ങളുണ്ട്. ഈ സാധനം മോഡലിനും വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പറയുന്ന 1991 നടന്ന 1ാം ഗൾഫ് യുദ്ധമാണ്. ഓപ്പറേഷൻ ഇൻഫിനിറ്റി റീച്ച് 1998 സുഡാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അൽഖ്വയ്ദയ്ക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണമാണ്. ഓപ്പറേഷൻ എൻഡോറിംഗ് ഫ്രീഡം 2001 9/11 ആക്രമണത്തിന് ശേഷം വന്നിട്ടുള്ളതാണ്. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം 2003 അമേരിക്കയുടെ ഇറാഖ് അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ടും വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരങ്ങൾ. ഇതാണ് വൺവേർഡുകളിൽ വരുന്നത്. ഇനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് നോക്കുക. ആന്ധ്രാപ്രദേശിൻ്റെ രൂപീകരണം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് വിശാലാദ്ര പ്രസ്ഥാനത്തിൻ്റെ പങ്ക്. അതിൽ ഈ തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം വരുന്നു. പ്രൊട്ടസ്റ്റ് നടത്തുന്നു. പോറ്റി ശ്രീരാമുലു അതിൻ്റെ ഭാഗമായിട്ട് നിരാഹാരം കിടക്കുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ബേസ് ഭാഷാടിസ്ഥാനത്തിലൊരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു. ആ സാധനം അത് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് എഴുതാം.
ആഗോളവൽക്കരണത്തിൻ്റെ ഏതെങ്കിലും 3 സാമ്പത്തിക സ്വാധീനം എഴുതുക. സാമ്പത്തിക സ്വാധീനം എന്ന് പറയുമ്പോൾ അതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അതിൽ 3 എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. 3 പോയിൻറ്റ്സ് എഴുതാം. പോസിറ്റീവായിട്ട് അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കാരണമാവും, അതുപോലെ തന്നെ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും, അത്തരം കാര്യങ്ങൾ എഴുതാം. നെഗറ്റീവായിട്ടാണെങ്കിൽ IMF, വേൾഡ് ബാങ്ക് പോലുള്ളവയുടെ ഇൻഫ്ലുവൻസ് വരും, എക്കണോമിക്കലി ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ബേർഡനിലേക്ക് പോകും തുടങ്ങിയ കാര്യങ്ങൾ എഴുതാം. അത് അവിടെ എഴുതാം. 14ാമത്തെ ചോദ്യം, ആദ്യത്തെ 3 പൊതു തെരഞ്ഞെടുപ്പിലെയും കോൺഗ്രസ് മേധാവിത്വത്തിൻ്റെ കാരണങ്ങൾ. അതെല്ലാ വർഷവും ചോദ്യങ്ങളിൽ ഉള്ള സാധനമാണ്. അതിലെന്തൊക്കെ വരാം? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം, ഇൻഹെറിറ്റൻസ് ഓഫ് നാഷണൽ മൂവ്മെൻറ്റ്, പോപ്പുലർ ലീഡേഴ്സ് ലൈക്ക് നെഹ്റുവിനെ പോലുള്ള ശക്തരായ നേതാക്കന്മാർ, അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് പാർട്ടി, ഒരു വലിയ കെട്ടുറപ്പും ഘടനയുള്ള പാർട്ടിയായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൽ 3 ചോദിച്ചിട്ടുള്ളൂ, 3 എഴുതാം. 15ാമത്തത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അത് കൃത്യമായിട്ട് എഴുതാം. എന്താണ് ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്നുള്ളത് വളരെ ചുരുക്കി എഴുതാം. 16ാമത്തത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയത് ഇന്ത്യയിലെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു നാഴികക്കല്ലായിരുന്നു. അതിൽ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ സ്വാധീനം വിലയിരുത്താനാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ ശാക്തീകരണം, എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്. അത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് അത് കൃത്യമായിട്ട് എഴുതിയാൽ മതി. 27%, 27% OBCക്ക് സംവരണം കൊടുക്കണം. അത് ജോലികളിലും അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ കൊടുക്കണം എന്ന് പറയുന്നു. OBCക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അത് കോൺസ്റ്റിറ്റ്യൂഷണലി കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന OBCക്ക് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും. അതാണ് കൃത്യമായിട്ട് അവിടെ മെൻഷൻ ചെയ്ത് പോകേണ്ടത്. ഇനി 4 മാർക്കിൻ്റെത് നോക്കുക. അവിടെ വന്നിട്ടുള്ള 17ാമത്തെ ആദ്യത്തെ ചോദ്യം, അതായത് ഇന്ത്യയുടെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിന് എളുപ്പമായിട്ടുള്ള കാര്യമായിരുന്നില്ല വിഭജന പ്രക്രിയയോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമാക്കുക. അത് ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട്. 1ൽ കൂടുതൽ വരികളുള്ള ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും അവസാനത്തെ വരിയിലായിരിക്കും ഉത്തരം ഉണ്ടാവുക. അപ്പോൾ ഇവിടെയും 2 വരിയുണ്ട്. പക്ഷേ യഥാർത്ഥ ചോദ്യം എന്താണ്? വിഭജന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുക. വിഭജനത്തിലെ വെല്ലുവിളികൾ തന്നെയാണ്. അത് ഇഷ്ടമുള്ള 4 കൃത്യമായിട്ട് എഴുതാം. ഇപ്പോൾ മതാടിസ്ഥാനത്തിൽ ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശം ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് പാകിസ്ഥാനിലേക്ക് പോകാൻ അവർ തയ്യാറായിരുന്നില്ല. ഇനി മുസ്ലിം ഭൂരിപക്ഷം ഉള്ളിടത്ത് തന്നെ മറ്റ് മതഭൂരിപക്ഷങ്ങളും ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതാം. ഇനി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ രാഷ്ട്രങ്ങൾക്ക് പൊതുവൈവിധ്യ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത് എന്ന 1992 റിയോ ഉച്ചകോടി അംഗീകരിച്ചു. പൊതുവൈവിധ്യ ഉത്തരവാദിത്തം എന്ന ആശയത്തെക്കുറിച്ച് വിശദമാക്കുക. അത് 18ാമത്തെ ചോദ്യമാണ്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രിൻസിപ്പിൾ. അത് ഇന്ത്യ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ശക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു പോളിസിയാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രിൻസിപ്പിൾ. പൊതുവായതും വ്യത്യസ്തമായിട്ടുള്ള ഉത്തരവാദിത്തം. അതിലെന്താണ് ഇന്ത്യ പറയുന്നത്? ഗ്ലോബൽ നോർത്ത്, ആഗോള വടക്ക്, അതായത് വികസിത അമേരിക്ക അടക്കമുള്ള ഹൈലി ഡെവലപ്ഡ് കൺട്രീസ്, അവരാണ് എൻവിറോൺമെൻറ്റിൽ കൂടുതൽ, പരിസ്ഥിതിയിൽ കൂടുതൽ ഡാമേജ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ അവർ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഗ്ലോബൽ സൗത്ത് അഥവാ ആഗോള തെക്ക് എന്ന് പറയുന്ന ഇന്ത്യ അടക്കമുള്ള ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസ്, അവർ അല്ല കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സോ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് കുറയണം. അവർക്ക് കൂടുതലും അവരുടെ എക്കണോമിക്കൽ, സോഷ്യൽ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഉദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് അവിടെ എഴുതുക. 19ാമത്തെ ചോദ്യം ചാരായുധ വിരുദ്ധ പ്രസ്ഥാനമാണ്. ചാരായ വിരുദ്ധ ആൻറ്റി അറക് മൂവ്മെൻ്റ് ആണ്. അതിൽ കൃത്യമായിട്ട് എന്താണ് ആൻറ്റി അറക് മൂവ്മെൻറ്റ് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ എഴുതി വയ്ക്കുക. അത് സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനമായിരുന്നു. അത് വയോജന വിദ്യാഭ്യാസം കൊടുത്ത സമയത്താണ് സ്ത്രീകൾ തൻ്റെ പ്രശ്നങ്ങൾ പറയുന്നതും മദ്യം, ചാരായം കാരണം ഉണ്ടായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്രക്ഷോഭം ഇറങ്ങുന്നു. അത് കൃത്യമായിട്ടൊരു കുറിപ്പായിട്ട് തന്നെ എഴുതി വയ്ക്കാം. 20ാമത്തെ ചോദ്യം 1962 കോൺഗ്രസ് പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിച്ച കാരണങ്ങളാണ്. റീസൺ ബിഹൈൻഡ് ദ സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് പാർട്ടി. അത് 2 കാരണങ്ങളാണ്. അത് എഴുതുക, വിശദമാക്കുക. ഒന്നാമത്തെ എന്താണ്? ഇന്ദിര വേഴ്സസ് സിൻഡിക്കേറ്റ്, ഇന്ദിരയും സിൻഡിക്കേറ്റും. അതായത് ഇന്ദിരയും സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് തന്നെയുള്ള പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. അവർ തമ്മിലുണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റ്. പിന്നെ 2ാമത്തെ കാരണം എന്തായിരുന്നു? 1969 1969 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസ് ഔദ്യോഗിക കാൻഡിഡേറ്റായിട്ട്, സ്ഥാനാർത്ഥിയായിട്ട് നീലം സഞ്ജീവ് റെഡ്ഡിയെ നിർത്തുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് VV ഗിരിയെ വെക്കുന്നു. VV ഗിരി ജയിക്കുന്നു. ഈ 2ഉം നടന്നതിന് ശേഷമാണ് കോൺഗ്രസ്സിൽ സ്പ്ലിറ്റ് വരുന്നതും കോൺഗ്രസ് Rഉം കോൺഗ്രസ് Oയും ആയിട്ട് മാറുന്നത്. അതാണ് അവിടെ. ആ 2 കാരണങ്ങൾ എഴുതുക, വിശദീകരിക്കുക. 21ാമത് സഹകരണത്തേക്കാൾ കൂടുതൽ സംഘർഷഭരിതമാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ തർക്കങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 1ൽ കൂടുതൽ വരി ഉണ്ടെങ്കിൽ ഭൂരിഭാഗം അവസാനത്തെ വരിയിലായിരിക്കും ഉത്തരം ഉണ്ടാവുക, ചോദ്യം ഉണ്ടാവുക. ഇതിലും ചോദ്യം എന്താണ്? അവസാനത്തെ വരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ തർക്കങ്ങളെക്കുറിച്ചൊരു വിശദമാക്കുക. അപ്പോൾ ആ തർക്കങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതാം. എന്താ പറയുക, കാശ്മീർ പ്രശ്നമുണ്ട്, അതിർത്തി തർക്കമുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്,
യുദ്ധങ്ങൾ, പിന്നെ അതുപോലെ ഇന്ത്യയിലേക്ക് ടെററിസ്റ്റുകളെ പറഞ്ഞയക്കുന്നത് പാകിസ്ഥാനാണെന്ന് ഇന്ത്യ കാലങ്ങളായിട്ട് അവകാശപ്പെടുന്നു. ഇന്ത്യയിലുള്ള നക്സലൈറ്റുകൾക്കടക്കം സാമ്പത്തികം, രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാവിധ മിലിറ്ററി, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എയ്ഡുകൾ കൊടുക്കുന്നത് പാകിസ്ഥാനാണെന്ന് ഇന്ത്യ കാലങ്ങളായിട്ട് അവകാശപ്പെടുന്നു, ഡിമാൻഡ് ചെയ്യുന്നു. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതാം. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങളുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അവിടെ വിശദീകരിക്കുക. ഇത്രയാണ് 4 മാർക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി 5 മാർക്കിലേക്ക് പോരൂ. 5 മാർക്കിലേക്ക് വരുമ്പോൾ എന്താണ്, എല്ലാ വർഷം സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നൊരു സാധനമാണ് ഹരിത വിപ്ലവം. അത് ഈ വർഷം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രീൻ റവല്യൂഷൻ? അതിൻ്റെ ഗുണങ്ങളും പ്രത്യാഘാതങ്ങളും എഴുതുക, ദോഷങ്ങൾ എഴുതുക. അതിൻ്റെ ഗുണങ്ങൾ കൃത്യമായിട്ട് എഴുതുക. പുതിയ പുതിയ ഇനം വിത്തുകൾ വന്നു, കാർഷിക ഉൽപ്പന്നങ്ങൾ വന്നു, കാർഷിക ഉപകരണങ്ങൾ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഗവൺമെൻറ് സബ്സിഡികൾ കൊടുത്തു, ജലസേചന സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതാം. നെഗറ്റീവ്സ് എന്താണ്? ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാർ, മീഡിയേറ്റേഴ്സ് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടായി. ഇത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും പോകാതെ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമായിട്ട് ഒതുങ്ങി. ഈ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുടെയൊക്കെ പ്രയോഗം മണ്ണ് മലിനീകരണം, സോയിൽ പൊല്യൂഷൻ അടക്കമുള്ള കാരണങ്ങളിലേക്ക് പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും കൃത്യമായിട്ട് എഴുതുക. പിന്നെ 23ാമത്തെ ചോദ്യമാണ് സുരക്ഷാ ഭീഷണിയുടെ പുത്തൻ സ്രോതസ്സുകൾ. 2 തന്നിട്ടുണ്ട്, ടെററിസവും അതുപോലെ തന്നെ എപ്പിഡമിക് ഡിസീസസും. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെററിസം എങ്ങനെയാണ് ഒരു ന്യൂ സോഴ്സസ് ഓഫ് ത്രെഡായിട്ട് മാറുന്നത്? ടെററിസം പണ്ടും ഉണ്ട്, പക്ഷേ പുതിയൊരു ഭീഷണി സ്രോതസ്സായിട്ട് മാറുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇതൊക്കെ ടെററിസത്തിലും അവർ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടെററിസത്തിൻ്റെ ഡയമെൻഷൻ മാറുകയാണ്. അതിൻ്റെ എക്സാമ്പിളാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ അറ്റാക്കൊക്കെ. കാരണം അവർ ഹൈലി സയൻസ് ആൻഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. വിമാനം റാഞ്ചിയെടുക്കലും അത് ആക്രമണത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതെല്ലാം. സോ കാലങ്ങൾക്കനുസരിച്ചുള്ള ചേഞ്ചസ്, എക്സ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള വളർച്ചയൊക്കെ ഭീകരവാദവും വളർത്താൻ കാരണമാക്കുന്നുണ്ട്. അത് അവിടെ എഴുതാം. പിന്നെ സാംക്രമിക രോഗങ്ങൾ അഥവാ എപ്പിഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞാലും ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ലോകത്തെ മൊത്തം ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള കോവിഡ് അടക്കം ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. അത്രയും അവിടെയുണ്ട്. പിന്നെ 24ാമത്തെ ചോദ്യം, ലോക രാഷ്ട്രീയത്തിലെ സമകാലിക അധികാര കേന്ദ്രം എന്ന നിലയിൽ ചൈനയുടെ വളർച്ചയെ വിശദമാക്കുക. ചൈന ഒരു ആൾട്ടർനേറ്റീവ് സെൻറ്റർ ഓഫ് പവർ, അധികാരത്തിൻ്റെ ബദൽ കേന്ദ്രമായിട്ട് വിശദമാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ കൃത്യമായിട്ട് എന്തൊക്കെ എഴുതാം? ചൈനയുടെ പവർ എന്തായിരുന്നു, ചൈനയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന അവരുടെ റിസോഴ്സസുകൾ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവർ മാവോയുടെ കാലത്ത് അവരൊരു സോവിയറ്റ് മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ്, ഒരു സോവിയറ്റ് സംവിധാനത്തിലുള്ളൊരു സംവിധാനം അവർ കൊണ്ടുവന്നു. അതാണ് അതോറിറ്റേറിയൻ മോഡൽ, ആജ്ഞാധികാര മാതൃക എന്നറിയപ്പെടുന്നത്. പക്ഷേ പിന്നീട് ജനസംഖ്യാ വർധനവ്, പോപ്പുലേഷൻ ഗ്രോത്ത് ഒക്കെ വന്നതോടുകൂടി അവർ എക്കണോമിക്കലി താഴേക്ക് പോയി, ഡൗൺ ആയി. അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് 1970s അവർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നു. ആ പദ്ധതികളാണ്, ഒന്ന് അവർ അമേരിക്കയായിട്ട് റിലേഷൻ കീപ്പ് ചെയ്തു, പിന്നെ ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം കൊണ്ടുവന്നു, 4 മോഡേണൈസേഷൻ, 4 നവീകരണം കൊണ്ടുവന്നു. ഇപ്പോൾ അവർ ദേ ആർ എക്സ്പെക്റ്റിംഗ് ടു ബിക്കം എ എക്കണോമിക്കൽ പവർ ബൈ 2040, 2040 ആകുമ്പോഴേക്കും ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതാണ് കൃത്യമായിട്ട് അവിടെയും എഴുതി വെക്കേണ്ടത്. ഇനി 25ാമത്തെ ചോദ്യം നോക്കാം. അതെന്താണ്? പ്രാദേശിക അഭിലേഷങ്ങളിൽ ഉള്ള പാഠങ്ങളാണ്, റീജിയണൽ ആസ്പിറേഷൻസ് എന്നുള്ള ലെസൺസ് ആണ്. അത് എന്താണ്? കൃത്യമായിട്ട് എഴുതാം. റീജിയണൽ ആസ്പിറേഷൻസ് ആർ ദ പാർട്ട് ഓഫ് ഡെമോക്രസി. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. റീജിയണൽ ആസ്പിറേഷൻസിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാവൽ സാധാരണയാണ്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം? ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഇന്ത്യയിലുണ്ടായിട്ടുള്ള എല്ലാ പ്രാദേശിക അഭിലാഷങ്ങളെയും ഇന്ത്യൻ ഗവൺമെൻറ് തീർത്തും ജനാധിപത്യ രീതിയിലാണ് പരിഹരിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് അവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, അത്രയും ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടും എഴുതാം. ഇനി 5 മാർക്കിൻ്റെ അവസാനത്തെ ചോദ്യമാണ്, ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗത്വത്തിനുള്ള നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ ഇന്ത്യ എങ്ങനെ നിറവേറ്റുന്നുവെന്ന് വിശദീകരിക്കുക. അതും എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ചോദിച്ചതിൽ അതിൻ്റെ ഒരു സ്ട്രക്ചറിലൊക്കെ ഒരു മാറ്റം വരുത്തി. എന്താണ്? ഇന്ത്യ കാലങ്ങളായിട്ട് ആർഗ്യുമെൻറ്റ്സ് ബൈ ഇന്ത്യ അല്ലെങ്കിൽ ക്ലെയിംസ് ഓഫ് ഇന്ത്യ ടു ബിക്കം എ പെർമനൻറ്റ് മെമ്പർ ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. എന്താണ്? ഷുഡ് ബി എ ലാർജ് കൺട്രി, ഷുഡ് ബി എ ലാർജ് ഡെമോക്രാറ്റിക് കൺട്രി, ഷുഡ് ബി എ മിലിറ്ററി പവർ, ഷുഡ് ബി എ എക്കണോമിക്കൽ പവർ. അതൊക്കെയാണ് അവിടെ പറയാം. ഒരു വലിയ രാജ്യമാവണം, വലിയ ജനാധിപത്യ രാജ്യമാവണം, ഒരു സൈനിക ശക്തിയാവണം, സാമ്പത്തിക ശക്തിയാവണം, UN-ലേക്ക് കൃത്യമായിട്ട് സംഭാവന നൽകുന്ന ശക്തിയാവണം, സമാധാനം പരിപാലിക്കാനായിട്ട് പ്രയത്നിക്കുന്ന ഒരു ശക്തിയാവണം. അത്തരം കാര്യങ്ങൾ അത് കൃത്യമായിട്ട് അവിടെയും എഴുതി പോവുക. ഇനി എസ്സേയിലേക്ക് വരിക. 3 എസ്സേ. അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് സിമ്പിളായിരുന്നു. നമ്മൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എസ്സേയാണ് ഈ വർഷം വരിക എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വന്നിട്ടുള്ളത് ഏറ്റവും എളുപ്പമുള്ള എസ്സേകളാണ്. ഒന്ന്, ഇന്ത്യ ചൈന ബന്ധം. അത് കൃത്യമായിട്ട് എഴുതാമല്ലോ.
ഒരു നല്ല ഹെഡ്ലൈനൊക്കെ കൊടുത്തിട്ട് ഇന്ത്യ ചൈന റിലേഷൻ എഴുതുക. തുടക്കത്തിൽ അവർ തമ്മിൽ വെരി ഗുഡ് റിലേഷനായിരുന്നു, നല്ല റിലേഷനായിരുന്നു. ചൈനയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോൾ അതിനെ ആദ്യം അക്സെപ്റ്റ് ചെയ്തത് ഇന്ത്യയാണ്. ചൈനയ്ക്ക് UN സെക്യൂരിറ്റി കൗൺസിലിൽ മെമ്പർഷിപ്പ് കിട്ടാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രാജ്യം ഇന്ത്യയാണ്. ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ, ശക്തരാക്കാൻ വേണ്ടിയിട്ട് അവർ പഞ്ചശീൽ എന്ന് പറയുന്നൊരു അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. അതെന്താണെന്ന് വിശദീകരിക്കുക. പിന്നീടാണ് ഒരു 1950s ശേഷമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം ഉണ്ടാകുന്നത്. പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത്. ബോർഡർ ഡിസ്പ്യൂട്ട്, അതിർത്തി തർക്കവും ദലൈലാമ പ്രശ്നം. ആ രണ്ടും എന്താണെന്നുള്ളത് കൃത്യമായിട്ടാണ് വിശദീകരിക്കുക. പിന്നെ ഏറ്റവും അവസാനം 1962 ഇറ്റ് ലീഡ്സ് ടു വാർ, ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. ആ യുദ്ധത്തിൻ്റെ കോൺഫ്ലിക്റ്റും എന്താണ്, അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ റിസൾട്ടും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ആ യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു, ഒരുപാട് പ്രദേശം ചൈനയുടെ കയ്യിലായി, ഒരുപാട് സൈനിക കമാൻഡേഴ്സ് റിസൈൻ ചെയ്തു. ഇന്ത്യയുടെ അന്നത്തെ ഹോം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. നെഹ്റുവിൻ്റെ ഒരു ഇമേജിന് അതൊരു കോട്ടം തട്ടി. അതിനുശേഷം നടന്ന പല ഇലക്ഷനിലും കോൺഗ്രസ്സിന് അത് നെഗറ്റീവായിട്ട് ബാധിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ എഴുതി വയ്ക്കുക. അതാണ് ആ എസ്സേയിൽ ചോദിച്ചിട്ടുള്ളത്. പിന്നെ 28ാമത്തെ ചോദ്യമായിട്ട് സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുക. എന്തൊക്കെയാണ് കാരണങ്ങൾ? പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട്, കാരണം ആൻറ്റി ഡെമോക്രാറ്റിക് ആയിരുന്നു, ജനങ്ങൾക്ക് ഫ്രീഡം ഉണ്ടായിരുന്നില്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പറയാം. എക്കണോമിക്കൽ റീസണിൽ എന്തൊക്കെ പറയാം? എക്കണോമിക്കൽ ഒരു കൺട്രോൾ ഗവൺമെൻറ്റാണ് നടത്തിയിരുന്നത്, ജനങ്ങൾക്കത് ഉണ്ടായിരുന്നില്ല. കറപ്ഷൻ ഉണ്ടായിരുന്നു, കൂടുതലും ഒരു പാർട്ടി ബെനിഫിറ്റ്, അങ്ങനത്തെ ആളുകൾക്കാണ് ബെനിഫിറ്റ് കൂടുതലുണ്ടായിരുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ എഴുതാം. പിന്നെ ഗോർബച്ചയുടെ പരിഷ്കാരങ്ങൾ, ഗോർബച്ച ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക കൊണ്ടുവന്നു. പിന്നെ ഡിമാൻഡ് ഫോർ, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് നാഷണലിസം, ദേശീയതയുടെ വളർച്ച. കാരണം സോവിയറ്റ് യൂണിയൻ ഒരുപാട് ചെറിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. അതിനകത്തുള്ള എല്ലാവരും സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടുകൂടി ആ കൂട്ടായ്മ നശിക്കാൻ തുടങ്ങി. അതൊക്കെ കാരണമാണ് അത് തകർന്നത്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു. പിന്നെ അതിൻ്റെ പ്രത്യാഘാതം വേണമെങ്കിൽ എഴുതി വയ്ക്കാം. എന്ത് ചെയ്തു? അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയൊരു പവറായിട്ട് മാറി, ഷോക്ക് തെറാപ്പി വന്നു, തുടങ്ങിയ കാര്യങ്ങളും അവിടെ എഴുതി വയ്ക്കാം. അവസാനത്തെ എസ്സേയായിട്ട് ചോദിച്ചത് അടിയന്തരാവസ്ഥയുടെ കാരണങ്ങൾ എഴുതാനാണ്. അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളും കൃത്യമായിട്ട് എഴുതാമല്ലോ. അവിടെയുണ്ട് എക്കണോമിക്കൽ റീസൺസ് ഉണ്ട്, സാമ്പത്തികമായിട്ട് പിന്നോക്കമായിരുന്നു, കറപ്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ വന്നു. പൊളിറ്റിക്കലി ഒരു ഏകാധിപത്യ രീതിയായിരുന്നു. ഓപ്പോസിഷനുള്ളവരെയൊക്കെ അറസ്റ്റ് ചെയ്തിടുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ പോപ്പുലർ അജിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ബീഹാറിലടക്കമുള്ള അജിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അലഹാബാദ് ഹൈക്കോടതിയുടെ വേർഡിക്റ്റ്, അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. റെയിൽവേ സമരം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ എഴുതുക. അതിൻ്റെയും പ്രത്യാഘാതം എന്താണ്? പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു, മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു, തുടങ്ങിയ കാര്യങ്ങൾ എഴുതാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് പറയുമ്പോൾ ഉള്ളത്. ടോട്ടലി പറയുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ചോദ്യ പേപ്പറായിരുന്നു. ആകെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനം തുടക്കത്തിൽ ഒരു ചെറിയ മാറ്റങ്ങൾ, ഒരു ശ്രമം, വൺ വേർഡുകൾ